ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ലേണിംഗ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ്. ഞാൻ വർക്കിൽ പോകുന്നതിൻ്റെ മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് എല്ലാം ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടൊരു എന്താ പറയുക, ഒരു മോർണിംഗ് ഇൻ മൈ ലൈഫ് അങ്ങനെ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുക, എന്താ ഇനി വീഡിയോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം നമ്മൾ ഇന്ന് ചായ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മൈദ കൊണ്ട് പത്തിരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പൊടിയൊക്കെ എടുത്ത് അത് നമ്മളായിരിക്കും കേട്ടോ, എന്തെങ്കിലും എന്താ പറയുക, കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. കടകളിൽ എത്ര ആൾ നിന്ന പൊടിയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാം അരച്ചിട്ടാണ് നമ്മൾ യൂസ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. ഉപ്പും മൈദയും കൂടി നമ്മൾ മിക്സാക്കി, കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടാവുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യാം, കറിയിലേക്കുള്ള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കടലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കും. എനിക്കെപ്പോഴും അരിയാനിഷ്ടം ഏറ്റവും കുഞ്ഞാക്കി അരിയാനാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്തു, അരിയാൻ പോവുകയാണ്. അപ്പോൾ കടല നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ തക്കാളി രണ്ട് കുഞ്ഞാക്കിയിട്ടായിട്ട് അരി, എനിക്കതാ ഇഷ്ടം. പിന്നെ അതുപോലെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പും, എന്നിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വയ്ക്കും. അടുപ്പത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ കുക്കർ വിസിലടിക്കുമ്പോൾ വെള്ളം തെറിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, തിളച്ച് വിസിലുള്ളിൽ കൂടെ വരുന്ന ആ ഒരു ഇത് പ്രോസസ്സ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അരിഞ്ഞോട്ടിരിക്കുന്ന സമയത്ത് വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ലേശം വെള്ളം മുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, മൈദ കുഴക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. അപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടെടുത്ത് ചായ റെഡിയാക്കി. അപ്പോഴാണ് മേലിൽ നിന്ന് 2 ചാക്ക് കഴിഞ്ഞാൽ നമ്മൾ റേഷന് കൊണ്ടുവന്ന 2 ചാക്കുകളുണ്ട്. അപ്പോൾ ആ 2 ചാക്ക് മേലിന് അടിയിലേക്ക് വീണു. അപ്പോൾ അത് എറിയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. അതുപോലെ ഓയിൽ ഒഴിച്ചാൽ മതി, മിക്സ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്തു, കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് മൈദ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ആദ്യം ഞാൻ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി മിക്സാക്കി വെക്കും, എന്നിട്ടത് കുഴക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുഴക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ലേശം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെള്ളം കുറഞ്ഞുകൊണ്ട് നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ആവായിരുന്നു ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തപ്പോൾ. എന്തായാലും കുഴച്ച് നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓയിൽ ഒഴിച്ച് എന്ത് ചെയ്യുക, കുറച്ച് ലേശം മതി, അതൊന്ന് ഒഴിച്ചിട്ട് അതും കൂട്ടി കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട അത്രയും വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കാം. കുഞ്ഞു പത്തിരി ആണെങ്കിൽ കുഞ്ഞു ബോൾസ്, കുറച്ച് വലിയ പത്തിരി വേണമെന്നുണ്ടെങ്കിൽ വലിയ ബോൾസ് ആക്കുക. എനിക്ക് എപ്പോഴും പരത്താൻ ഇഷ്ടം കുറച്ചുകൂടി വലിയ പത്തിരി ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ ഞാൻ പരത്തി വരുമ്പോൾ അത് നമ്മൾ ചുടുന്ന പാനിൽ കൊള്ളാണ്ട് വരും കേട്ടോ. ഞാൻ PVC പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് പരത്താൻ വേണ്ടിയിട്ട്. നമ്മൾ മൈദയിൽ തന്നെ പരത്തുന്നത്. മൈദയിൽ പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
മൈദ തന്നെ താഴെ പൊടിയായിട്ട് എടുക്കുമ്പോഴേ എന്താ പറയുക, രണ്ടിപ്പോൾ ഒരു 10 പത്തിരിയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 5 എണ്ണം തട്ടാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളിതെല്ലാം പരത്തി കഴിഞ്ഞിട്ട് എല്ലാം പരത്തി കഴിഞ്ഞ അവസാനമാണ് ഇത് ചുട്ടെടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെല്ലാം നമ്മൾ പരത്തുമ്പോൾ തന്നെ ചുട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതെല്ലാം നമ്മൾ പരത്തിയൊക്കെ അട്ടിക്ക് വെച്ചിട്ടാണ് ചുടുന്നുണ്ടെങ്കിൽ പകുതി ആക്കി എപ്പോഴും അട്ടി വെക്കാൻ ശ്രമിക്കുക. അതായത് കുറച്ച് പകുതി എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടെങ്കിൽ പകുതി ആക്കിയാൽ എന്തായാലും ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് അട്ടി വെച്ചിട്ട് ആക്കി വെക്കാം. ഇപ്പോൾ ഇത് 10 പത്തിരി ചുടുമ്പോൾ 5 അട്ടിയാക്കി വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൈദ തന്നെയാണ് നമ്മൾ താഴെ പരത്താൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറേ നിൽക്കുന്ന സമയത്തെ നമ്മൾ പാലാപ്പൊടി എടുത്തിട്ടുള്ള ആ മൈദ എന്ത് ചെയ്യും, അപ്പോൾ അതിലേക്ക് തന്നെ അലിഞ്ഞ് കിടന്നിട്ട് അത് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ സാധാരണ പത്തിരി ചുടുന്ന പോലെയല്ല, എന്താ പറയുക, സാധാരണ പത്തിരി നമ്മൾ പരത്തിയിട്ട് ജസ്റ്റ് പ്രസ്സെല്ലാം പരത്തിയിട്ട് ഇത് നേരെ ചട്ടിയിലെടുത്ത് മറിച്ചിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം പാൻ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കും. ദോശക്കൊക്കെ തേക്കുന്ന പോലെ ഒരുപാട് ഹെവി ആയിട്ട് തേക്കൊന്നും വേണ്ട, കുറച്ച് തേച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പത്തിരി ഒരു മൈദപ്പത്തിരി എടുത്ത് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ മൈദപ്പത്തിരിയുടെ മേലെ കുറച്ചുകൂടെ ഓയിൽ വെച്ച് കൊടുക്കുക. കാരണം ഇത് മറിച്ചിടുമ്പോൾ തിമ്മലും ഓയിൽ വേണമല്ലോ. അപ്പോൾ ഒരു പത്തിരിക്ക് 2 പ്രാവശ്യമാണ് നമ്മൾ ഓയിൽ യൂസ് ആക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയം തോന്നുമ്പോൾ നമ്മൾ മറിച്ചിടുക. എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് സാധാരണ പത്തിരി ഇടുന്ന പോലെ എങ്ങനെയാണോ വെച്ചാൽ അതിനനുസരിച്ച് മറിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. വെളിച്ചെണ്ണ നമ്മൾ ഓയിൽ കൂട്ടുന്ന എന്തിനാന്ന് വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റി ആയി തോന്നും നമുക്കത് കഴിക്കുമ്പോൾ. സെയിം പൊറോട്ട ടേസ്റ്റ് ഇല്ലെങ്കിലും ജസ്റ്റ് ലൈക്ക് പൊറോട്ട അങ്ങനെ തോന്നും. ഓക്കെ, തിന്നാൻ രസമായിരിക്കും, ചൂടോടൊക്കെ തിന്നാൻ നല്ല രസമുണ്ടായിരിക്കും. പിന്നെ കടലക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. എന്താണ് നിങ്ങൾക്ക് എന്താ കറി ഇഷ്ടം അത്, പൊറോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കൂട്ടാൻ എന്താണോ ഇഷ്ടം അതൊന്നും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പത്തിരി നമ്മൾ ചുട്ടെടുക്കുക. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് പത്തിരി ചുടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കടലക്കറി എന്ത് ചെയ്യണം, വറവിടണം. അപ്പോൾ അതിനുള്ള ചുവന്നുള്ളി പത്തിരി ചുടുന്നതിൻ്റെ ഇടയ്ക്ക് അരിഞ്ഞെടുക്കാമെന്നായിരുന്നു. പക്ഷേ ആ ഉദ്ദേശം നടന്നില്ല. ബിക്കോസ് എന്താണ്, പത്തിരി നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് കരിയാൻ ചാൻസ് നല്ല കരിയും എന്തായാലും. ഓക്കെ, അപ്പോൾ മൈദപ്പത്തിരി ചുടുമ്പോൾ അതിനിടയ്ക്ക് വേറെ പണിക്കൊന്നും പോകാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ പത്തിരി എല്ലാം ചുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉള്ളി അരിയുന്നതും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ പിന്നെ ഇടയ്ക്ക് പത്തിരി ഇങ്ങനെ ഇളക്കി കൊടുക്കുക മീൻസ് റൗണ്ട് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടെല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളിട്ട പത്തിരി നിറം മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും, അപ്പം തന്നെ മറിച്ചിടുക. അതേപോലെ സെക്കൻഡ് നമ്മൾ മറിച്ചിടേണ്ട ചെറിയ കുമ്പളകൾ വരുമ്പോൾ സെക്കൻഡ് മറിച്ചിടുമ്പോൾ എന്തായാലും എന്ത് ചെയ്യും, പിന്നെ വലിയ കുമ്പളകൾ വന്ന് അത് വീർക്കാൻ തുടങ്ങും. ഇത് അത്യാവശ്യം എൻ്റെ ഒന്നും വീർത്തിട്ടില്ല, രാവിലത്തെ തട്ടിക്കൂട്ടൽ പരിപാടികളല്ലേ, ഒക്കെ പെട്ടെന്ന് തീർക്കുക. എങ്ങനെയെങ്കിലും അത് വെന്ത് കിട്ടിയിട്ട് വേണം അടുത്ത പണി. അങ്ങനെ നമ്മൾ പത്തിരി ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പത്തിരി എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചുവന്നുള്ളി തോലൊഴിച്ച് അരിയാണ്. നമുക്ക് എന്താ പറയുക, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക, കടലക്കറി വറവിടാൻ വേണ്ടിയിട്ട്. നമ്മൾ കടുകിൽ വറവിടുന്നവരുണ്ട്, ചുവന്നുള്ളിയിൽ വറവിടുന്നവരുണ്ട്. ഞാൻ ആദ്യമൊക്കെ എളുപ്പപ്പണി നോക്കിയിട്ട് കടുകിൽ വറവിട്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം എനിക്ക് അങ്ങനെ തോന്നുന്നു നമുക്ക് ചുവന്നുള്ളി വറവിടുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. എൻ്റെ വീട്ടിലൊക്കെ ഉമ്മ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ചുവന്നുള്ളി വറവിടും, ഞാൻ എളുപ്പം നോക്കി കടുകിൽ വറവിടും അങ്ങനെ. അപ്പോൾ ചുവന്നുള്ളി അരിഞ്ഞ് വറവിട്ട് നോക്കിയപ്പോൾ നമ്മുടെ ചുവന്നുള്ളി ഏകദേശം ചുവന്നുള്ളിയാണ് യൂസ് ചെയ്യാറ്. നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ചുവന്നുള്ളി നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് അരിഞ്ഞ് സ്റ്റൗ ഓണാക്കിയിട്ട് നമ്മൾ വറവിടാൻ പോവാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യം ചട്ടി ഒന്ന് ചൂടായി ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഓയിലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ കറി ഇതുവരെ തുറന്നിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഹാവി അത് തന്നെ കിടന്ന് സാധാരണ പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പം വെള്ളം കുറവാണ് കറിയിൽ. വീട്ടിൽ ഉപ്പൊക്കെ കറിയാണ് ഏറ്റവും ആവശ്യം, കറിയുടെ വെള്ളം. അപ്പോൾ കുറച്ച് ഇത് വറവിട്ടതിന് ശേഷം ആ ചട്ടിയിൽ നമ്മൾ കുറച്ച്
വെള്ളം കൂടി വെച്ച് തിളപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളി നല്ല ബ്രൗണിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മളത് കറിയിലേക്ക് പാരുമ്പോൾ ശ്രദ്ധിക്കണം, മേത്തേക്ക് തെറിക്കാണ്ട് നോക്കണം കേട്ടോ. നല്ല തിളച്ച എണ്ണയാണ്. മേലൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എറിഞ്ഞിരുന്ന ചാക്ക് വീണ്ടും ഇങ്ങോട്ട് ചാടി വന്നിട്ടുണ്ട്. അത് അങ്ങോട്ട് തന്നെ എറിഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ വേസ്റ്റൊക്കെ ഇവിടെ പൊറുക്കിയിടാം. നമ്മൾ ചോറിന് വെള്ളം വെക്കാം. എനിക്ക് പോകുമ്പോൾ ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. കറിയിലേക്കൊന്ന് പാർന്നതൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കറണ്ട് അടുപ്പിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വരാൻ പോവുകയാണ്. അതിന് മുന്നേ നമുക്ക് തിരുമ്പാനിടണം. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീന് എന്ത് ചെയ്യാം, വെള്ളം ഓണാക്കിയിടാം. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് അടിച്ചു വരുമ്പോഴേക്കും എന്താവും, വെള്ളം ആയിപ്പോഴും വാഷിംഗ് മെഷീനിൽ. അപ്പോൾ അത് വിചാരിച്ചാൽ ആദ്യം തന്നെ വെള്ളം ഓണാക്കിയിടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, തിരുമ്പാനല്ല, അടിച്ചു വരാൻ പോവുകയാണ്. അങ്ങനെ അകമൊക്കെ അടിച്ചു വാരി നമുക്ക് അകം തുടച്ച് തിരുമ്പാനുള്ളത് തിരുമ്പി ചിക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമ്മൾ അത്രയും ഭാഗങ്ങളൊന്നും ഇതിലില്ല. അപ്പോൾ ജസ്റ്റ് അടിച്ചു വാരി നമ്മൾ എന്ത് ചെയ്യുക, അകമൊക്കെ തുടച്ചിട്ട് പിന്നെ പോകാൻ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു രാവിലത്തെ ഒരു ദിവസം ഡെയിലി ഞാൻ വർക്കിന് പോകുന്നതിന് മുന്നേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ എന്തെല്ലാം ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനലൊന്ന്